നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിൻ ഇമ്മൊബിലൈസർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് എല്ലാ വാഹനങ്ങൾക്കുമില്ല. ഇപ്പോൾ വരുന്ന പുതിയ ഫീച്ചേഴ്സുകളൊക്കെ അടങ്ങിയിട്ടുള്ള ചില വാഹനങ്ങൾക്കൊക്കെ ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളുടെ ഡാഷ്ബോർഡിൽ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണിക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൻജിൻ ഇമ്മൊബിലൈസർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന ഒരു മീറ്റർ കൺസോളിലുള്ള ഒരു മഞ്ഞ ലൈറ്റിലൊരു ഐക്കൺ ബ്ലിങ്ക് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഒരു കാറിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ ഒരു ലോക്ക് കൂടെ ചേർന്നിട്ടുള്ള ഒരു ലൈറ്റ്, സിഗ്നൽ നമുക്കിങ്ങനെ നമ്മളുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇതാണ് എൻജിൻ ഇമ്മൊബിലൈസറിൻ്റെ സിഗ്നൽ നമുക്ക് കാണിക്കുക കമ്പനി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം, മീറ്റർ കൺസോളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ വിറ്റാര ബ്രീസ് ആണ്. ഇതങ്ങനെ കൂടുതലായിട്ട് ഒരു വാഹനങ്ങളിലും കാണാറില്ല. അപൂർവങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് എൻജിൻ ഇമ്മൊബിലൈസർ. ഇതിന് പ്രധാനമായിട്ടുമുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളുടെ കീലെസ് എൻട്രി ഉള്ള വാഹനങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ റിമോട്ടും നമ്മളുടെ കീ കയ്യിലാണല്ലോ വെക്കുക. അതും നമ്മളുടെ വാഹനവും തമ്മിലുള്ള ഒരു സിഗ്നൽ നമുക്ക് വാഹനത്തിന് കിട്ടാത്തുമ്പോൾ, കുറഞ്ഞ സിഗ്നൽ അല്ലെങ്കിൽ സിഗ്നൽ കമ്മിയായി വരുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽ നമുക്ക് ഈ ഒരു എൻജിൻ ഇമ്മൊബിലൈസറിൻ്റെ ഒരു സിഗ്നൽ നമുക്ക് മീറ്ററിൽ കാണിക്കും. നമ്മളൊരു നിശ്ചിത വാഹനം, നമ്മളുടെ കീലെസ് എൻട്രി ആകുമ്പോൾ നമ്മൾ ബട്ടൺ സ്റ്റാർട്ടൊക്കെ ആകുന്ന വണ്ടികളിൽ നമ്മൾ നിശ്ചിത ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിക്കൊണ്ട് ഒരു നിശ്ചിത ദൂരം പോയി കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഓട്ടോമാറ്റിക്കായി കത്താൻ തുടങ്ങും. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വാഹനത്തിൻ്റെ കീയും അതുപോലെ തന്നെ വാഹനവും തമ്മിലുള്ള ആ ഒരു സിഗ്നൽ കട്ടായി പോകുമ്പോൾ കാണിക്കുന്ന ഒരു സിഗ്നലാണ് ഈ എൻജിൻ ഇമ്മൊബിലൈസറിൻ്റെ സിഗ്നൽ. പിന്നെയും ഒരു കാരണം ഇത് വരാനുള്ളത്, എൻജിനിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേറെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന ഒരു സിഗ്നലാണ് എൻജിൻ ഇമ്മൊബിലൈസർ. ഇത് ചില സമയത്ത് നല്ലൊരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. മറ്റ് എൻജിനിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗുരുതരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിലൊക്കെയാണ് ഇത് കാണിക്കാറ്. അതല്ല, ഇത്തരത്തിലുള്ള നമ്മളുടെ വാഹനത്തിൻ്റെ കീയും അതുപോലെ തന്നെ വാഹനവും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, ചില സമയത്ത് നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ കീ ഉണ്ട് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ ഒരു സിഗ്നൽ ചില വാഹനങ്ങളിലൊക്കെ കാണിക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിറ്റാര ബ്രീസയിൽ ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങനെ കത്താൻ പറ്റൂല. അപ്പോൾ പറ്റുക എന്ന് പറയുമ്പോൾ, നമ്മൾ ചില സമയത്ത് കീ നമ്മളുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ വാഹനത്തിൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് കയറി എന്നാലും ചില സമയത്ത് ഇത്തരത്തിൽ കാണിക്കുന്നുണ്ട് എന്നുണ്ട്. ചിലപ്പോൾ നമ്മളുടെ ആ ഒരു റിമോട്ടിൽ, നമ്മളുടെ കീൻ്റെ റിമോട്ടിൽ ഒരു ബാറ്ററിയുടെ ചിലപ്പോൾ ഒരു കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാറുണ്ട് എന്നാണ് കമ്പനിയിൽ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മളെ സിഗ്നലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഇത് നമ്മളുടെ സിഗ്നലിൽ കാണിക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ വാഹനങ്ങളിൽ ഇത്തരത്തിൽ എൻജിൻ ഇമ്മൊബിലൈസർ ഇടയ്ക്ക് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് 2 കീ തരുമല്ലോ കമ്പനി, 2 റിമോട്ട് തരുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് മാറ്റി യൂസ് ചെയ്തുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യാം. വീണ്ടും ഇത്തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഷോറൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം പറയുക. അപ്പോൾ നിങ്ങൾക്ക് എൻജിൻ ഇമ്മൊബിലൈസർ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.